സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഹോം കെയറിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കാണും. ഹോം കെയറിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് വൈസും അതിന്റെ നല്ല വശവും ചീത്ത വശവും എല്ലാത്തിനെയും കുറിച്ച് ഞാൻ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോം കെയർ ഉണ്ട്. ട്രാവലിംഗ് മാത്രം, അതായത് ട്രാവലിംഗ് മാത്രമല്ല, ട്രാവലിംഗ് വിത്ത് ഹോം കെയർ ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അതായത് വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന ഹോം കെയർ അല്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പോയി ബ്ലഡ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോസ് ഒക്കെ, ബ്ലഡ് കളക്ഷൻ, IV ഇഞ്ചക്ഷൻസുകൾ, അതുപോലെ തന്നെ വൂണ്ട് കെയർ, അല്ലാത്ത കെയറുകൾ, അങ്ങനത്തെയൊക്കെ ഫസ്റ്റ് എയ്ഡ് പോലത്തെ കെയറുകൾ എല്ലാം നമ്മൾ വീട്ടിൽ ചെന്ന് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന ഒരു ജോലിയാണ്, ട്രാവൽ നേഴ്സാണ് അത്. അതായത് നമ്മൾ ഫുൾ ടൈം 12 hours ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഒന്നിൽ അടുത്ത ഓരോരോ ചില സമയത്തൊക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഷാർജ, അതുപോലെ അജ്മാൻ, ദുബായ്, ഈ ഏരിയകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ചില ഏരിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ മാത്രമായിട്ടായിരിക്കും നഴ്സസിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ജുമേറ ഭാഗത്താണെങ്കിൽ ജുമേറയിലുള്ള കുറെ ഏരിയകൾ ഉണ്ടല്ലോ. ജുമേറ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അവിടെ എല്ലായിടത്തും ബുക്കിങ്സ് വരുന്നത് ഒരു നഴ്സ് നോക്കുക. അല്ല ഇപ്പം മറീന ഭാഗത്താണെങ്കിൽ മറീനയും ജുമേറയും കൂടി നോക്കുന്ന ആ ഏരിയയിൽ ബുക്കിംഗ് വരുന്നത് ഒരു നഴ്സ് കവർ ചെയ്യുക. പക്ഷെ അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലഡ് കളക്ഷൻ, IV ആൻഡ് ഇഞ്ചക്ഷൻസ്, ഈ 3 അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അവര് ഫുൾ ടൈം ഈ 12 hour ഷിഫ്റ്റിൽ അവർ മൊത്തത്തിലും ട്രാവൽ ചെയ്യുക. അതായത് ഒരു ലൊക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോവുക. അത് ചിലപ്പോൾ ദുബായിൽ പല ഇടങ്ങളിലും ആയിരിക്കും. അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയിൽ ട്രാഫിക് ഉണ്ടാവും, അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാവലിംഗ് നഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഹോം കെയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ട്രാവലിംഗ് നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇപ്പൊ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ രാവിലെ ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ പല ഷിഫ്റ്റുകളും, പല ഹോം കെയറും പല പല ഷിഫ്റ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ആർക്കും തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കാര്യങ്ങളില്ല. അതായത് വൺസ് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ്, അങ്ങനെയുള്ള ഇതാണ് കൊടുക്കുന്നത്. നൈറ്റ് അണ്ടിൽ ഒരു 12 o'clock വരെ ഉള്ളൂ, 12 AM വരെ ഉള്ളൂ. 12 o'clock അതിനുശേഷം നമ്മളിപ്പോൾ ഹോം കെയറിലൊക്കെ നൈറ്റ് 12 hours ഷിഫ്റ്റ് വരുന്നത്. അതുപോലെ ഈ ട്രാവലിംഗ് ചെയ്യുന്ന ഈ ഒരു ജോബിൽ എന്ന് പറയുന്നത് ആഫ്റ്റർ 12 o'clock നമുക്ക് ബുക്കിംഗ് ഒന്നും വരാറില്ല. അണ്ടിൽ 12 AM വരെയുള്ള ഒരു ജോബാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് രാവിലെ എന്ത് ചെയ്യുന്നു, നമുക്ക് അതാത് ഹോം കെയറിന്ന് നമുക്കൊരു ഫോണ്, യൂഷ്വലി ഓൾമോസ്റ്റ് എല്ലാവരും സിം കാർഡാണ് തരുന്നത്. പക്ഷെ ചില ഹോം കെയറുകളൊക്കെ നമുക്ക് ടാബ് അല്ലെങ്കിൽ ഫോൺ നമുക്ക് തരുന്നുണ്ട്. അവരുടെ കമ്പനി ഫോൺ തരുന്നുണ്ട്. അതിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് റീചാർജും കാര്യങ്ങളും ഡാറ്റ എല്ലാം അവർ റീചാർജ് ചെയ്ത് തരും. ഇപ്പൊ സിം കാർഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സിം അവർ അതുപോലെ തന്നെ റീചാർജും ഡാറ്റയും ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് ഒരു ഡ്രൈവറും നമുക്കുള്ള ഓൾ എക്യുപ്മെന്റ്സ്, അതായത് ഇപ്പൊ IV വേണ്ട സാധനങ്ങൾ, എല്ലാ സപ്ലൈസും, IV വേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഇഞ്ചക്ഷൻസിന് വേണ്ട സിറിഞ്ചുകൾ, അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷന് വേണ്ടിയുള്ള ട്യൂബ്സ്, സിറിഞ്ച്, കൂളർ ബോക്സ്, ഐസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യും, ആ ഡ്രൈവറുടെ കാറിൽ ഉണ്ടാവും. നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ നമ്മളെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും. നമുക്കോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ സിം കാർഡോ തരുമ്പോൾ നമുക്കൊരു അസൈൻമെന്റ് ഷീറ്റ് ഓൾറെഡി കമ്പനിയിൽ നിന്ന് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അസൈൻ ചെയ്ത പേഷ്യൻസിനെയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. അവർക്ക് എന്ത് ടെസ്റ്റ് ആണ്, ഇഞ്ചക്ഷൻ ആണോ, അല്ല ബ്ലഡ് ആണോ, അതുപോലത്തെ അങ്ങനത്തെ ഇഞ്ചക്ഷനുകളാണോ, അല്ലെങ്കിൽ ഡ്രസ്സിങ് ആണോ, എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് അവർ അല്ലെങ്കിൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഉണ്ടാവും. അങ്ങനത്തെ ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ, ഇപ്പൊ ബുക്കിംഗ് ടൈം ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ബുക്കിംഗ് ടൈമിന്റെ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, പേഷ്യന്റെ പേര്, ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ്, പിന്നെ അവർക്ക് എന്ത് സർവീസ് ആണെന്നുള്ളത്. ബ്ലഡ് ആണെങ്കിൽ ഇപ്പൊ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്, CBC ഉണ്ടോ, ഏതൊക്കെ ടെസ്റ്റുകളാണെന്നുള്ളത് സ്പെസിഫിക് ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ റോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യുന്നു, നമ്മൾ ആ ഏത് ടൈമിലാണ് നോക്കുന്നു, ആ ലൊക്കേഷനിലേക്ക് നമ്മൾ ഡ്രൈവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലൊക്കേഷനിൽ പോകുന്നു. അവിടെ പോകുമ്പോൾ അവരത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പോണ വഴിയിൽ ഇപ്പോൾ അഥവാ ഡിലേ ആവുക, ലേറ്റ് ആവുക ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ നമ്പറിൽ, അതായത് കൺസേൺ ആയുള്ള ക്ലയന്റിനെ വിളിക്കുന്നു, അവരെ ഇൻഫോം ചെയ്യുന്നു, നമ്മൾ വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ട്രാഫിക് പെട്ടേക്ക് ലേറ്റ് ആണെന്ന് പറയുന്നു. നമ്മൾ ആ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ വില്ലയിൽ പോകുന്നു, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ പോകുന്നു. അവിടെ പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് എന്ത് ചെയ്യാം,
നമുക്കിപ്പോൾ അഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് കറക്റ്റ് എന്താക്കാം. ചിലവരൊക്കെ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അവർ കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അഡ്രസ്സ് കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആ ക്ലയന്റിനെ വിളിച്ച് അവരുടെ ലൊക്കേഷനും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഇതാക്കിയിട്ട് നമ്മൾ ആ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ അവർ കറക്റ്റ് ആ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം മെൻഷൻ, ചിലവർ വില്ലയിലായിരിക്കും, ചിലവർ ബിൽഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ചിലവർ ഫ്ലാറ്റ് എടുത്തിട്ടായിരിക്കും. അങ്ങനെ എന്താണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് അവരുടെ അടുത്ത് വീണ്ടും കൺഫേം ചെയ്യുന്നു, ഈ ബ്ലഡ് ടെസ്റ്റ് തന്നെ അല്ല അല്ലെങ്കിൽ ഈ ഇഞ്ചക്ഷൻ അല്ലേ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നു. അവരെ കയ്യിൽ നിന്ന് കൺസെന്റ് എടുക്കുന്നു. അതുപോലെ ചിലവരിപ്പോ വിത്തൗട്ട് പേപ്പറിലും ഉണ്ട്, വിത്ത് പേപ്പറിൽ കൺസെന്റ് എടുക്കുന്നവരുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഡിജിറ്റലാണ്. വിത്തൗട്ട് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫോണോ അല്ലെങ്കിൽ ടാബോ തരുന്നുണ്ടല്ലോ, അതിനകത്ത് തന്നെ നമുക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. കൺസെന്റ് എടുക്കുന്നു, നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ എന്ത് ചെയ്യുന്നു, ബ്ലഡ് എടുക്കുന്നു. ബ്ലഡ് എടുത്ത് ഇമീഡിയറ്റ് തന്നെ നമ്മൾ കൂളർ ബോക്സുമായിട്ടാണ് പോകുന്നത്. കൂളർ ബോക്സിൽ ബ്ലഡ് വയ്ക്കുന്നു. അവരുടെ ടെസ്റ്റും കാര്യങ്ങളും ഏത് ലാബാന്നുള്ളത് പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ നിന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ അതായത് കമ്പനി പല ലാബുമായിട്ട് ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാമ്പിളും ഒരു ലാബിലേക്ക് മാത്രമല്ല പോകുന്നത്, ചിലപ്പോൾ പല പല ടെസ്റ്റുകൾ പല ലാബിലേക്കാവും പോകുന്നത്. അത് ഓൾറെഡി നമുക്ക് കമ്പനിയിൽ നിന്ന് അതായത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അപ്പൊ അവരത് നമുക്ക് ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ലാബിന്റെ റിക്വസ്റ്റ് ഫോമും എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്ക് ഒക്കെ പക്കയായിട്ട് നമ്മുടെ കാറിൽ ഉണ്ട്. അപ്പൊ നമ്മൾ അതായത് ഇതെടുക്കുന്നു, റിക്വസ്റ്റ് എഴുതുന്നു, ഏതൊക്കെ ടെസ്റ്റാന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇത് സാമ്പിൾ നമ്മൾ വിത്ത് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു വിടുന്നു. വിത്തിൻ 1 അവറിനുള്ളിൽ നമ്മൾ സാമ്പിൾ കൊടുക്കുന്നു. അല്ലാണ്ട് ഹ്യൂജ് സാമ്പിൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയയിൽ കുറെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്യുന്നു, സാമ്പിൾ ലാബിലേക്ക് വിടുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് ട്രാവലിംഗ്. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ. അപ്പം ഇപ്പൊ ഇവിടെ മറീനാണെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ദേറയിലായിരിക്കും അടുത്ത ബുക്കിംഗ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഊതുമേത്തയിൽ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നു. സെയിം ഇത് തന്നെ, അവരെന്തോ ബ്ലഡ് ആണോ ഇഞ്ചക്ഷൻ ആണോ വാട്ടവർ, അത് നമ്മൾ എന്ത് ചെയ്യും, നോക്കുന്നു, അവിടെ പോകുന്നു, ആ സാമ്പിൾ എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ IV ഡ്രിപ്പ് ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സെയിം ഇതുപോലെ കൂളർ ബോക്സിൽ വെക്കുന്നു, ഇതാക്കുന്നു. പിന്നെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളും അത് നമുക്ക് ഡ്രൈവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡ്രൈവർ ആ ഇഞ്ചക്ഷനും കാര്യങ്ങളും നമ്മുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് നമ്മളെ കൂളർ ബോക്സ് ഓൾറെഡി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, വരുന്ന സമയത്ത് നമ്മൾക്ക് തരുന്നു. അപ്പൊ ഇതാണ് യൂഷ്വലി ട്രാവൽ ചെയ്യുന്ന ഒരു ഹോം കെയർ നേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ട്രാവൽ ആണ്. നമുക്ക് വാഷ്റൂം കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മൾ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ചില ബിൽഡിങ്ങിലോ കാര്യങ്ങളോ ഒക്കെ പോകുമ്പോൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ ക്ലയന്റിന്റെ വീട്ടിലൊക്കെ പോയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. വാഷ്റൂം ഉപയോഗിക്കാൻ, അതുപോലെ ഫുഡ് കഴിക്കാൻ, ഇതിനൊക്കെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ചില ഹോം കെയറുകൾ നമുക്ക് 1 അവർ ബ്രേക്ക് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് എടുക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ദുബായിലെ ട്രാഫിക് എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ ട്രാഫിക്കാണ്. ഇപ്പൊ രാവിലെ ആണെങ്കിലും ട്രാഫിക്കുകൾ ഉണ്ടാവും, അതുപോലെ ഉച്ചയ്ക്ക് അത് 3 മണിക്കൊക്കെ ശേഷം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാത്രി 8-9 മണി വരെ ഫുള്ള് ട്രാഫിക്കാണ്. അതും ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഭയങ്കര ഹ്യൂജ് ട്രാഫിക്കാണ്. അപ്പൊ ക്ലയന്റ് ബുക്ക് ചെയ്ത് ഇപ്പൊ 8 മണിക്കാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 8 മണിക്ക് അവിടെ എത്താൻ പറ്റില്ല, അപ്പൊ അവിടെ ലേറ്റ് ആവും. അപ്പൊ അടുത്ത ക്ലയന്റ് ചിലപ്പോൾ 9 മണിക്കാവും. അപ്പൊ ഈ ക്ലയന്റിന്റെ അടുത്ത് 8:30-ക്കോ 8:45-നോ എത്തണമെങ്കിൽ അപ്പോഴേക്കും അവിടുന്ന് ഒരു അരമണിക്കൂർ ഡിഫറൻറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും. ചിലപ്പോൾ ട്രാഫിക്കും ഉണ്ടാവും, അപ്പൊ നമ്മൾ വീണ്ടും ഡിലേ ആവും. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, അനദർ ഒരു എന്താ പറയാ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാഫിക്കിൽ നമ്മൾ പെട്ടിട്ടതാക്കും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനോ വാഷ്റൂമിൽ പോകാനോ പോലും നമുക്ക് ചില സമയത്ത് സമയം കിട്ടില്ല. ചില ഹോം കെയറിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ബുക്കിംഗ് ഉണ്ടാവും. അതുപോലെ ഈ ബ്ലഡ് കളക്ഷനൊക്കെ നമ്മൾ ക്ലയന്റിന് ഇപ്പൊ എല്ലാവർക്കും നല്ല വെയിൻ ഉണ്ടാവണമെന്നില്ല, അപ്പൊ നമുക്ക് പോയിട്ട് അപ്പൊ തന്നെ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസിനെയാണ് അത് പെട്ടെന്ന് പോയിട്ട് വിത്തിൻ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കത് തീർക്കാൻ പറ്റുള്ളൂ. ചില നേഴ്സസിന് ചിലപ്പോൾ അവിടെ ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ടൈം എടുക്കേണ്ടി വരും. അപ്പൊ അവിടെ എന്താവും, അടുത്ത നമുക്ക് 1 അവറിനുള്ളിൽ അടുത്ത ബുക്കിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി ടൈം എടുത്ത് അടുത്ത ബുക്കിംഗ് നമുക്ക് ½ ആൻ അവർ ട്രാവൽ ചെയ്ത് പോകുമ്പോഴേക്കും ആ ബുക്കിംഗ് ലേറ്റ് ആവും. അപ്പൊ നമുക്ക് ക്ലയന്റിന്റെ സ്വഭാവം മാറും. അപ്പൊ നമ്മൾ വിളിച്ച എക്സ്ക്യൂസ് പറയുമ്പോൾ അവർ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, ചിലപ്പോൾ അവർ ഷൗട്ട് ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും ലേറ്റ് ആവും, ട്രാഫിക് പറയുമ്പോൾ ചിലവരൊക്കെ അത് കൺസിഡർ ചെയ്യും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും അവർക്ക് കറക്റ്റ് ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കും. ക്യാൻസലേഷൻ ഉണ്ടാകുമ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്ക് വർക്ക് പ്രഷർ ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഞാനും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പിന്നെ എനിക്കത് നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതൊരു സ്പീഡപ്പ് ആക്കും. പിന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് എടുത്തെടുത്താകുമ്പോൾ ക്യാനിൽ ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് ഒരു പരിചയമാവും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതുകൊണ്ട് നമുക്കും അത് എന്താ പറയാ
പോകാനും കാര്യങ്ങളും എളുപ്പ വഴികളും കാര്യങ്ങളും നല്ല ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താവും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം രാവിലെ തൊട്ട് ഈ വൈകിട്ട് വരെ ഈ ഒരു ട്രാവലിംഗ് ആണ് നമ്മൾ ഫുൾ ടയർഡ് ആവും. ഒന്ന് ആലോചിച്ചൊക്കെ രാവിലെ ചില സമയത്തൊക്കെ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ അറൗണ്ട് ഒരു 5:30 ആയിരിക്കും ഫസ്റ്റ് ബുക്കിംഗ്. എന്താ വെച്ചാൽ ഫാസ്റ്റിംഗ് സാമ്പിളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4:45 വീട്ടിൽ നിന്ന് വെളുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മുടെ ഡ്യൂട്ടി 12 hours കഴിഞ്ഞ് തിരിച്ച് നമ്മൾ 12 hours ഡ്യൂട്ടി ഷിഫ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിൽ പോകുന്നത്. അപ്പൊ ഏകദേശം ഒരു 70-80 hours നമ്മൾ ഫുൾ ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഒരു കാറിനകത്താണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ഒരു ജോലിയാണ് ട്രാവലിംഗ് നേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അതിൽ നമുക്ക് ഇപ്പൊ ക്ലയന്റിന് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാൻ പോണ സമയത്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടാറുണ്ട്. നമുക്ക് എന്താക്കാം, അവിടെ 1 hour ടൈം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് നമ്മുടെ ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ചില ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നിയർ ബൈ ഹോട്ടലോ കാര്യങ്ങളോ റെസ്റ്റോറൻറ്റെങ്കിൽ നമുക്ക് ഇതാക്കാം. പക്ഷെ എല്ലാ സമയത്തും ബിസി എന്നല്ല പറയുന്നത്, പക്ഷെ ഓൾമോസ്റ്റ് സമയത്തും ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ട്രാവലിംഗ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോം കെയറിന്റെ. സെയിം തന്നെ ഹോം കെയറിന്റെ തന്നെ. പിന്നെന്ന് വെച്ചാൽ ആരും ചൊറിയാൻ വരത്തില്ല, ആരും നമ്മുടെ തലയിൽ കയറാൻ വരില്ല. നമ്മുടെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെ ക്ലയന്റുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ ഇരിക്കും നമ്മുടെ എക്സ്പീരിയൻസും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെയും ബോധിപ്പിക്കേണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ടൈം പീരീഡിൽ നമുക്ക് എന്താക്കാം, ഇപ്പൊ വേഗം അടുത്തടുത്ത ലൊക്കേഷനാണ്, നമ്മൾ പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നമുക്ക് വേഗം തീർത്തിട്ട് നമ്മൾ ഷിഫ്റ്റ് ഇപ്പോൾ കഴിയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എല്ലാം തീർന്നെങ്കിൽ നമുക്ക് പോകാം. എന്താന്ന് വെച്ചിട്ട് ഷെഡ്യൂൾ ആയിട്ടുള്ള ബുക്കിംഗ് ഓൾറെഡി തലേദിവസം നമുക്ക് ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം പക്കായിട്ട് കിട്ടും. ഈ ഒരു വീഡിയോ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു ഹോം കെയറിന്റെ നേഴ്സസിന്റെ ഒരു വീഡിയോ, ട്രാവലിംഗ് നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബ് ക്രൈറ്റീരിയയുടെ റൂൾസും ആൻഡ് റെഗുലേഷൻസുകളും അതിന്റെ എന്താ പറയാ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ജോലി മോർ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാത്തവരാണെങ്കിലും ഇച്ചിരി റിസ്കി ആണ്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും അറിയാലോ, നമ്മളിപ്പോൾ 2-3 മണിക്കൂർ ട്രാവൽ ചെയ്താൽ തന്നെ നമ്മൾ ടയർഡായി പോകും. അപ്പോൾ ഒരു 12 മണിക്കൂർ അതിലും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഈ വീഡിയോ ഈ ഒരു ഹോം കെയർ ഇങ്ങനത്തെ ഒരു സർവീസിനെ കുറിച്ചിട്ട് മനസ്സിലായി എന്ന് വിചാരിച്ചു. ഇതുപോലത്തെ സർവീസസുകളും ഹോം കെയറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.